നമസ്കാരം. കുറേ നാളുകളായി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഓരോരോ തിരക്കുകൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഒരു 2 ദിവസം മുമ്പ് എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നു. പേര് വന്നത് പ്രിയ മഞ്ജു എന്നാണ്. ഹായ്, ഒരു സങ്കട മെസ്സേജാണ്. എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഇതാരെങ്കിലും അറിയുന്ന ആരെങ്കിലും ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ലാത്തതായിരിക്കും, വയനാട് ദുരന്തത്തിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്താണ് പറ്റിയത്, എന്താണ് പ്രശ്നം, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അന്നേരം പറയുകയാണ്, ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ് വീട്. ഹസ്ബൻഡ് വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വിളിക്കാൻ കഴിയില്ല, നാളെ രാവിലെ വിളിക്കാം. ഞാൻ ചോദിച്ചു, ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, ആരാണ് എന്താണ് എന്നല്ലേ ചോദിച്ചത് എന്ന് ചോദിച്ചു. മെസ്സേജിലൂടെയാണ്. അപ്പോൾ ഈ പുള്ളി വീണ്ടും പറയുകയാണ്, ഞാൻ വളരെ കഷ്ടത്തിലാണ്, റീചാർജ് ചെയ്തിട്ടില്ല, ഒരു 300 രൂപക്ക് റീചാർജ് ചെയ്ത് തരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ അറിയാതെ ഞാൻ എങ്ങനെ, ആരാണ് എന്താണ് പ്രശ്നം, വയനാട്ടിലെ എന്തെങ്കിലും പ്രശ്നമാണോ, ദുരിതബാധിത പ്രദേശത്തെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, എന്താണെന്ന് വ്യക്തമായിട്ടൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ പുള്ളി പറയുകയാണ്, ഒരു ഫോട്ടോ അയച്ചു, ഒരു വൾഗാരിറ്റി നിറഞ്ഞ ഒരു ഫോട്ടോ. എന്നിട്ട് പറയാണ്, ഇതിലും കൂടുതൽ ഒക്കെ തരാം, എനിക്കൊരു 300 രൂപ റീചാർജ് ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു, എന്നാൽ നമ്പർ കൊണ്ടാ. അതുമില്ല. ഇത് ഫുൾ ഉഡായിപ്പാണ്, തട്ടിപ്പാണ് എന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ കളിയൊക്കെ ഒരുപാട് കാലം മുമ്പേ ഞാൻ വിട്ടതാണ്. അതുകൊണ്ട് മോനെ, നീ ഏതെങ്കിലും ചെക്കന്മാരാ നോക്കിക്കോ, വയസ്സായ 40-42 അടുത്തെത്തിയ എന്നോടൊന്നും ഈ കളി വേണ്ട. നീ പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടാൽ ചാടി വീഴുന്നവനല്ല ഞാൻ. ഓക്കെ, അതുകൊണ്ട് നീ വേറെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ആ സംഭവം അങ്ങ് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് ഞാനത് വിട്ടു. അതാ വീണ്ടും വന്നിട്ട് രണ്ടാമത് വാട്സപ്പിൽ ഒരുത്തൻ, സർ നിങ്ങൾക്ക് നല്ല ജോലി വാഗ്ദാനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഓൾറെഡി ഒരു ജോലി ഉണ്ട്, വേറെ ജോലിൻ്റെ ആവശ്യമില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, നല്ല ആകർഷകമായ സാലറി ഉണ്ട്, ഫുൾ ഇംഗ്ലീഷാണ്, ആകർഷകമായ സാലറി ഉണ്ട്, മറ്റേതുണ്ട്, പാക്കേജ് ഉണ്ട്, അങ്ങനെയുണ്ട്, ഓൺലൈനായിട്ട് നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഞാൻ പറഞ്ഞു, വെറുതെ ഇരുന്ന് പൈസ വരാനേ, ഇത് എൻ്റെയോ നിങ്ങളുടെയോ അറ്റാച്ചനല്ല റിസർവ് ബാങ്ക് അടിച്ചിറക്കുന്നേ പൈസ, വെറുതെ ഇരുന്നാൽ പൈസ വരാൻ. പണിയെടുത്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് പൈസ കിട്ടും. പിന്നെ എങ്ങനെ വെറുതെ ഇരുന്ന് പൈസ തരാന്ന് പറയുന്നേ? തട്ടിപ്പല്ലേ? ഞാൻ പറഞ്ഞു, കുറച്ച് മലയാളികളൊക്കെ മണ്ടന്മാരാണ്, പറ്റിക്കപ്പെടാറുമുണ്ട്, പറ്റിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ എല്ലാ മലയാളികളും പറ്റിക്കപ്പെടുന്ന ആളല്ല, മണ്ടന്മാരല്ല. അതുകൊണ്ട് ആ കളി ഇവിടെ വേണ്ടെന്ന് പറയും. പിന്നെയും ഓരോരോ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടിരിക്കുക. സാറേ ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, വെച്ചിട്ട് പോടേ, ഇത് ഒരുപാട് കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഇന്ന് ഉണ്ട്. ഒരുപാട് പേര് ഇതിന് ഇരയാവുന്നുമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുക. ഒരു ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ വീഴുന്ന ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. അങ്ങനെ ഇങ്ങനെയും ആടി ഈടിയും ദരിദ്ര വേഷം കെട്ടിയിട്ട് പെൺപിള്ളേരെ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാര് അച്ഛൻ്റെ പൈസ എടുത്ത് അയച്ചു കൊടുക്കും. ഇങ്ങനെ പെട്ടുപോകും. കുറേ പൈസ അയച്ചു കൊടുക്കും, വീഡിയോ കോള് ചെയ്യാന്ന് പറയും. വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണിക്കും. അപ്പോൾ എന്നിട്ട് കോള് കട്ട് ചെയ്ത് പിന്നെ കാണുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് അറിയോ? ഇവർ തുണിയില്ലാത്ത വീഡിയോ യൂട്യൂബിലും ആടികടിയും ഇട്ടിട്ട് ഇതാക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിലിങ്ങാണ്. പിന്നെ വാങ്ങുന്നത് 300-200 ആയിരിക്കില്ല, 1 ലക്ഷം 2 ലക്ഷം എല്ലാം ചോദിക്കുക. പെടുവോ?
മോൻ്റെയോ അല്ലെങ്കിൽ മോളെയോ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊടുക്കേണ്ടിയും വരും ഈ പറഞ്ഞാക്ക്. പിന്നെ ഇതേപോലെ ജോലി ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടില്. അപ്പൊ ഇത് ജോലി ഓഫർ എന്ന് പറയുമ്പം ഇവർ പറയുന്നതൊക്കെ ചെയ്യും. ആദ്യം 5000 അതിലേക്ക് അയക്കൂ, 10,000 ഇതിലേക്ക് അയക്കൂ എന്നൊക്കെ പറയും. ലാസ്റ്റ് കുടുങ്ങും. പോയാൽ 10 ഉണ്ടാവില്ല, 5 ഉണ്ടാവില്ല. ഈടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ പറ്റിച്ചു. ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നും അതൊക്കെ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ്, പണ്ട് കാലത്ത് ഈ ഗൾഫിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഏജൻസികൾ പൈസ തട്ടാറുണ്ടായത്. ഇന്ന് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും ഒക്കെയാണ് തട്ടിപ്പ്. ആർക്കും ഒന്നും മനസ്സിലാവില്ല, നമ്മളറിയാതെ പൈസ എടുത്ത് കൊടുത്തു പോകും. അപ്പോൾ ഓരോ അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ഇനിയെങ്കിലും ഇങ്ങനെ മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ആൾക്കാർ ഇനി കല്യാണം കഴിഞ്ഞില്ല നീ അയച്ചിട്ട് ഇതിനൊന്നും മുടക്കൊന്നും വരുമൊന്നുമില്ല. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അല്ലാതെ ഈ 10 മിനിറ്റത്തെ ചാറ്റിങ്ങും ചീറ്റിങ്ങും കൊണ്ട് മക്കളെ, നിങ്ങൾക്കൊന്നും പ്രായം ആയി വരുന്നതേ ഉള്ളൂ. അതല്ല അതിൻ്റെതായ സമയത്ത് നടക്കും. അതുകൊണ്ട് ചെറുപ്പക്കാർ, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലൊന്നും പോയി വീഴാതിരിക്കുക. മാനം പോയാൽ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാനം പോവാതിരിക്കാൻ ശ്രമിക്കുക. അതൊന്നും ഒരു പറയണം തോന്നി. എനിക്ക് ഇത്രയും ഇതായ നമ്മളെ പോലത്തെ ആളുകൾക്ക് വരെ ഈ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ, കുട്ടികൾ എത്ര ആളെ പറ്റിക്കുന്നുണ്ടാവും. കോളേജിലും അവിടെ ഇവിടെയൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്ത് ടീച്ചർമാരും മാഷന്മാരും എല്ലാം ടെൻഷൻ, ഇങ്ങനെ പ്രഷർ താങ്ങാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ആശ്വാസമായിട്ട് ഓരോ ഫോട്ടോസ് എല്ലാം വന്നിട്ട് എനിക്കൊരു 300 റുപ്യ അയച്ചു തരും, എന്നും കിട്ടും, ഫോട്ടോ കിട്ടും, നേരിട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവന്മാരെന്ത് ചെയ്യും, കയ്യിലുള്ള പൈസയ്ക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യും, അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. അതൊന്നും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുപാട് പറ്റിപ്പുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം നടത്തുന്ന ആണുങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ നിൽക്കൂല. പെണ്ണുങ്ങൾ മാന്യമായി പൈസ വെച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിൽക്കൂലൂ. അല്ലാതെ ഈ ഫോണിനെ കൂടിയുള്ള പരിപാടിക്കൊന്നും അവർ നിൽക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. പച്ചക്ക് പറയേണ്ട വരുന്നത് ആരും പോയി പെടാതിരിക്കാനാ. ഇങ്ങനെ പച്ചക്ക് പറയേണ്ട, ഇത്രയെങ്കിലും പറയേണ്ട വരുന്നത് ആരും പോയി പെടാതിരിക്കാനാ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.